കൂടെ ഡോക്ടർ എ വി ഭരതൻ നമ്മളോടൊപ്പം ഉള്ളത്. ഒരു അലോപ്പതി ഡോക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ വലിയ പ്രോത്സാഹനം തരുന്ന, ധൈര്യം പകരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം IMAയുടെ നേതാവ് കൂടിയാണ്. 45 കൊല്ലത്തെ സൗഹൃദം ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം നിരന്തരം ചർച്ച ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുത്തും ഗാന്ധിമാർഗ പ്രവർത്തനത്തിലൂടെയുള്ള ഒരു ജീവിതത്തിൻ്റെ സുന്ദരമായ നിരവധി ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ ജ്യേഷ്ഠ സഹോദരനെന്നോ ഉച്ച സുഹൃത്തെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ എ വി ഭരതൻ അദ്ദേഹം നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സദസ്സിലുള്ള വീഴ്ചാദികളുടെ സഹോദരി സഹോദരന്മാർ, ആദ്യമായി നേരത്തെ ഡോക്ടർ ജേക്കബ് പറഞ്ഞതുപോലെ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രീതി എന്ന പോലെ കരുതപ്പെടുന്ന ഒരു കാലമാണ് ഈ നാച്ചുറൽ ലൈഫും അലോപ്പതി എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങളുടെ മോഡേൺ സയൻസ്, മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് സയൻസ് എന്ന് വിളിക്കുന്ന ശാസ്ത്രവും ഒരുപക്ഷെ ആയുഷിലെ മറ്റു വിഭാഗങ്ങളൊക്കെ തമ്മിൽ നിരന്തരമായിട്ടുള്ള യുദ്ധവും കലഹവുമാണ് ഉണ്ടാകേണ്ടതെന്നത് പൊതുജനങ്ങൾ മാത്രമല്ല സർക്കാരുകൾ പോലും വിചാരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന്റെ അവസാനം മുതൽ ജേക്കബ് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വളരെ ആദരവ് തോന്നി അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി. കാരണം ഈ നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റം നിഷേധിക്കുന്നവരല്ല, എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ ഒരു സാധ്യതയുണ്ട്. ആ സിസ്റ്റം ഒക്കെ ആവശ്യമുള്ളത് ആരോഗ്യമുള്ള മനുഷ്യർ, ആവശ്യമുള്ള മനുഷ്യരല്ല, ആരോഗ്യമുള്ള മനുഷ്യരെ ഈ ഭൂലോകത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഒരു വിചാരമുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ അത് പറഞ്ഞതുപോലെ നേരത്തെ തന്നെ കാണിക്കുന്നത് രോഗങ്ങളില്ലാത്തതും ആരോഗ്യമുള്ളതുമായ ആനന്ദ സമൂഹമാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം എന്ന വാക്ക് വളരെ പ്രധാനമാണ്. നമ്മുടെ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കാതിരിക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ഡോക്ടർ ജേക്കബ് ഇവിടെ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മളെല്ലാവരും നേതാദീതി ഇവിടെ പറഞ്ഞു, ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദിയായിരുന്നു. ഇവിടെ ഒരു അദ്ദേഹം ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ അരിമ ശിഷ്യനായിരുന്നു. അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഒരു ജൂനിയർ സുകുമാർ അഴീക്കോട് നിന്ന് സംസാരിക്കല്ലേ എന്ന് എൻ്റെ മനസ്സിൽ രൂപത്തിലും ഭാവത്തിലും ആശയപ്രകാശത്തിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഗുരുദാനത്തിന് അനുകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അനേകം രീതികളിൽ ഞാൻ സുകുമാർ അഴീക്കോട് സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിവാർ പാട്ടിലുള്ള സമയത്തൊക്കെ എപ്പോഴും വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം നിലനിർത്താൻ ജേക്കബിന് കഴിയുന്നതിൽ ഞാനിവിടെ എൻ്റെ അസൂയ പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തിൽ നിർവഹിച്ചിട്ടുള്ളത് ഹെൽത്ത് ഈസ് നോട്ട് മിയർലി ദ ആബ്സൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി, but it is a state of complete mental, physical and social well-being. ആരോഗ്യം എന്ന് പറഞ്ഞാൽ കേവലം രോഗമോ അവശതയുടെ അഭാവമുള്ള ഒരു സ്ഥിതിയല്ല, നേരെ മറിച്ചത് പരിപൂർണമായിട്ടുള്ള ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സ്വസ്ഥതയുള്ള ഒരു അവസ്ഥ ആണ് ലോകാരോഗ്യ സംഘടന എനിക്ക് തോന്നുന്നത് 1960 പറഞ്ഞത്. അതിനുശേഷം ലോകാരോഗ്യ സംഘടന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു, ഹെൽത്ത് ഫോർ ആൾ ബൈ 2000 AD. 2000 ആണ്ടോട് ഈ ഭൂമിയുടെ സകല മനുഷ്യർക്കും ആരോഗ്യം. എത്ര ദയനീയമായിട്ട് ആ സങ്കല്പ ആ സ്വപ്നം പരാജയപ്പെട്ടു പോയി നമുക്ക് എല്ലാവർക്കും അറിയാം. 2005 നിൽക്കുമ്പോഴേ എല്ലാവർക്കും ആരോഗ്യം എന്നല്ല, എല്ലാവർക്കും അനാരോഗ്യം എന്നൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ലോകം നിലനിൽക്കുന്നത്. ഒരുപക്ഷത്തെ ഭൂമിയിലെ ഏറ്റവും ഒരുപക്ഷെ ശക്തനായ മനുഷ്യനെന്ന് നമ്മൾ വിചാരിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനെന്ന് സ്വയം അഹങ്കരിക്കുകയും മറ്റുള്ളവരെ അങ്ങനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം അവസാനം പറഞ്ഞ സാമൂഹികവും മാനസികമായിട്ടുള്ള ആരോഗ്യം അല്പം പോലും ഇല്ലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യമുണ്ടാവേണ്ടത് ഈ 3 ഘടകങ്ങളെ ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് പോകുമ്പോഴാണ്. നിർഭാഗ്യവശാൽ ഞാൻ ഉൾപ്പെടുന്ന അലോപ്പതി എന്ന് വിളിക്കപ്പെടുന്ന സിസ്റ്റം ദയനീയമായി പരാജയപ്പെട്ടു പോയി എന്ന് സംഭവിക്കുന്ന എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കഴിഞ്ഞ 50 കൊല്ലത്തെ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ നമ്മുടെ ഈ ആധുനിക വൈദ്യം എന്ന ശാസ്ത്രം ജനങ്ങളിൽ നിന്ന് വളരെ അകന്നുപോയി. ബഹുമാനപ്പെട്ട മുസ്ലിം പുരോഗതിയോട് പറഞ്ഞത് 10,000 കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കേരളത്തിലുള്ള ലാഭം പ്രതീക്ഷിച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നിസ്വാർത്ഥരായിട്ടുള്ള അനേകം ഡോക്ടർമാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം വെറും തൊഴിലാളികളായി മാറുന്ന ഒരു ദിവസത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ കോർപ്പറേറ്റുവൽക്കരണം ആധുനിക വൈദ്യശാസ്ത്രം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ കൊള്ളക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന കൂടി ഇതിന്റെ പിറകിലുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നാച്ചുറൽ ലൈഫ് എന്നൊരു സിസ്റ്റമാണെന്ന് മനസ്സിലാക്കുന്നതിൽ അത് തകരാറില്ല. നമ്മൾ പരസ്പരമായിട്ടുള്ള വൈരാഗ്യം ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒന്നുചേർന്നിരുന്ന് എങ്ങനെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ കൂടുതലായിട്ടില്ല
അവരുടെ ആയുസ് വളരെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഇപ്പോഴുള്ള ലോകാരോഗ്യ സംഘടന ഒരു സർവേ നടത്തിയാൽ ആരോഗ്യത്തിന് നിർവചനം മാറും. കിട്ടുന്നതെല്ലാം കഴിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് കഴിയുന്നത്ര കാലം ജീവിതത്തെ നീട്ടിക്കൊണ്ടുപോകുന്ന പ്രതിഭാസമാണ് ആരോഗ്യം എന്നൊരു നിർവചനം ലഭ്യമായി നടത്തുന്നത്. ഇപ്പൊ ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജീവന കലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെല്ലാം ഞാൻ വളരെ സഹർഷം സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ ബോർഡ് സിസ്റ്റത്തിലെ ആളുകൾ പോലും ഇവിടെ ജേക്കബുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ഒരു ആത്മബന്ധമുള്ള ഒരാളെന്ന നിലക്ക് ഈ എപ്പോഴും അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ആരോഗ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ ഒഫ്താൽമോളജിസ്റ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞു. ഒരുപക്ഷെ ഈ ഒഫ്താൽമോളജി രംഗത്ത് കഴിഞ്ഞ ഒരു 40 കൊല്ലമായിട്ട് ഞാൻ കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഉണ്ടായിട്ട് അത്ഭുതകരമായ നേട്ടങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഈ ഒഫ്താൽമോളജി വിഭാഗം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മറ്റ് മോഡേൺ മെഡിസിൻ വിഭാഗങ്ങളിൽ നിന്ന് വളരെ മാറി നിൽക്കുന്ന, ഇപ്പോഴും അതിന്റെ ആ ഒരു വൈദ്യശാസ്ത്ര നൈതികത പുലർത്താൻ ഒരുപാട് ശ്രമിക്കുന്ന ഒരു വിഭാഗമാണെന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതിൽ പോലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ ടേം ആരോഗ്യ നഗരം എന്നൊരു ടേം പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ ജില്ലകളിലും ഓരോ ആരോഗ്യ നഗരമുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിൽ തിരുവല്ല, അല്ലെങ്കിൽ മലപ്പുറത്തെ പെരിന്തൽമണ്ണ, കോഴിക്കോട് തന്നെ. ആരോഗ്യ നഗരം എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ ആശുപത്രികളുടെ നഗരത്തെയാണ് ആരോഗ്യ നഗരം എന്ന് പറയുന്നത്. ശരിക്കും ആ നഗരങ്ങളെ വിശേഷിപ്പിക്കേണ്ടത് അനാരോഗ്യ നഗരം എന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ രോഗികളുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ രോഗികൾ പരിചരണം നൽകുന്ന സ്ഥലമാണത്. അതുകൊണ്ട് നമ്മൾക്കെല്ലാവരുടെ ധാരണകൾ തിരുത്തിയും വളരെ നല്ല ജീവിതം, ആരോഗ്യകരമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കണം. അതിന് നമ്മുടെ ഇവിടെയും എല്ലാ ആയുഷും മോഡേൺ മെഡിസിനും അടക്കം എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപക്ഷെ ജേക്കബ് ഒരു തീവ്രവാദിയാണ്, അലോപ്പതിക്കെതിരെയുള്ള എപ്പോഴും വേണ്ടി സമീപിക്കുന്ന ഒരാളാണ് എന്ന് പലപ്പോഴും ജേക്കബിനോട് അത് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംവാദമല്ല, ഇതിനെപ്പറ്റി ചർച്ചകൾ നടത്താറുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായത് കൊച്ചിയിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഫ്ലാറ്റ് കോംപ്ലക്സിൽ അവിടെ ഒരു മദ്യശാല പെർമിഷൻ വാങ്ങിച്ച ആ സമയം ജേക്കബ് അതിന്റെ മുമ്പിൽ ജനാരോഗ്യ പ്രസ്ഥാനം ഒരുപാട് നാള് അവിടെ സമരം നടത്തിയിട്ടുണ്ടായി. ഡോക്ടർമാർ തുടങ്ങേണ്ട ഒരു പരിപാടിയല്ലായിരുന്നു പറഞ്ഞു. ഞങ്ങളെപ്പോഴും എന്നെപ്പോഴും ഒരുപാട് ആളുകൾ IMA വേദികളിൽ പോലും അതിനെ പിന്തുണച്ചിട്ടുണ്ട്. പുറത്തേക്ക് പറയാനത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പുറത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനാരോഗ്യ പ്രസ്ഥാനത്തിന് ഞാൻ എല്ലാ ഭാവങ്ങളും തരുന്നു. ജേക്കബടക്കാഞ്ചേരിയുടേതും ഡോക്ടർ ശംഭുയുടെ നേതൃത്വത്തിലെ ടീം, അവരുടെ കുടുംബത്തിന്റെ തന്നെ സഹകരണമുള്ള അനേകം കുടുംബങ്ങൾ പങ്കെടുത്തിട്ട് ഇത് ഈ ദൂരദൂരം മുന്നോട്ട് പോകട്ടെ എന്നും കേരളത്തിലെ ആരോഗ്യ രംഗത്ത് പുതിയൊരു ഉൾക്കാഴ്ചയും വിപ്ലവം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ചത് വളരെ വളരെ എല്ലാവർക്കും